ഹായ് ഹലോ എവറിബഡി. ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഈ കാലത്ത് അല്ലെങ്കിൽ ഇനി വരുന്ന കാലങ്ങളിൽ ഈ ഒരു ലാംഗ്വേജിൻ്റെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞങ്ങൾ ടീച്ചേഴ്സിനോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സോ ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്? അത് സ്പോക്കൺ സ്കിൽസ് ആകാം, റിട്ടൺ സ്കിൽസ് ആകാം, ഇൻ്റർവ്യൂ സ്കിൽസ് ആകാം, അല്ലെങ്കിൽ ഡെയിലി ഇംഗ്ലീഷ് കോൺവെർസേഷൻ, ടെലിഫോൺ സ്കിൽസ്, എറ്റിക്വറ്റ്സ്, ഇതിനെല്ലാം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആവശ്യമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇൻഫർമേഷൻ ഈസ്, ഒരു സ്കിൽ എല്ലാ കാലത്തും അതുപോലെ അല്ലെങ്കിൽ അതിൽ കൂടുതലായി വളരണമെങ്കിൽ, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ, ദ ഓൺലി വേ ഇസ് കീപ് പ്രാക്ടീസിങ്. പ്രാക്ടീസ് റെഗുലർലി. സ്പീക്ക് ആസ് മച്ച് ആസ് പോസിബിൾ. നീന്തൽ പഠിക്കണമെങ്കിൽ നീന്തി തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ, സ്പീക്ക് ആസ് മച്ച് ആസ് പോസിബിൾ. ദ മോർ യു പ്രാക്ടീസ്, ദ ബെറ്റർ യു വിൽ ബിക്കം. Try speaking with friends, language exchange partners, or even by yourself. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നമ്മളെ അധികം കുറ്റപ്പെടുത്താത്ത, നമ്മുടെ കുറ്റങ്ങളെ മാത്രം കാണുന്ന സുഹൃത്തുക്കളെ ഓപ്റ്റ് ചെയ്യാതെ, നമ്മളെ ലിസൺ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്സ് വളരെ ഹെൽത്തിയായി, വളരെ പോസിറ്റീവായി ചൂണ്ടിക്കാണിക്കുന്ന ലാംഗ്വേജ് എക്സ്ചേഞ്ച് പാർട്ട്നേഴ്സ് ആണ് നമുക്കുള്ളതെങ്കിൽ you are lucky guys. That is, I am telling you, daily conversation. Aim to have at least a few minutes spend. നമ്മൾ മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്നു. കുറച്ച് നേരം, കുറച്ച് സമയം ഡെയിലി ഇംഗ്ലീഷ് കോൺവെർസേഷനായിട്ട് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. റിമെമ്പർ, ഇഫ് യു ആർ എ മൂവി ലവർ, ഇംഗ്ലീഷ് മൂവി അല്ലെങ്കിൽ ഹോളിവുഡ് മൂവീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കീപ് വാച്ചിങ് മൂവീസ്. അതിങ്ങനെ ഫോഴ്സ്ഫുള്ളി ഒരാൾ നിർബന്ധിച്ച് അങ്ങനെ കാണാതെ, നിങ്ങളുടെ ജോൺറ, നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവി അത് സെലക്ട് ചെയ്തിട്ട് കീപ് വാച്ചിങ് ഇറ്റ്. ആദ്യത്തെ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾക്ക് സബ് ടൈറ്റിൽ ഇട്ടിട്ടൊക്കെ കാണേണ്ടി വരും, ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്. അവരുടെ പോളിഷ്ഡ് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അതുപോലെ TV ഷോസ് ആൻഡ് യൂട്യൂബ് വീഡിയോസ്, പേ അറ്റൻഷൻ ടു ദ പ്രൊനൗൺസിയേഷൻ, ഇൻടോണേഷൻ ആൻഡ് നാച്ചുറൽ ഫ്ലോ ഓഫ് കോൺവെർസേഷൻ. പലരും പറയും ഇംഗ്ലീഷ് നമ്മൾ പറയുന്ന പോലെ പറഞ്ഞാൽ പോരെ, ബട്ട് ഇൻ മൈ വ്യൂ ഇംഗ്ലീഷ് നേറ്റീവ്സ് പറയുന്ന പോലെ പറയാൻ പറ്റണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് മൈ ഒപ്പീനിയൻ. ഫോർ ദാറ്റ് അവർ പറയുന്ന ആ സ്റ്റൈല്, പ്രൊനൗൺസിയേഷൻ, ഇതെല്ലാം കേൾക്കുക. ആൻഡ് another ways, podcast and audio books. Listening to native English speakers will definitely help you understand common phrases and improve your own speaking patterns. നമ്മുടെ അവർ സംസാരിക്കുന്ന ഫ്രേസസ്, അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവാനായിട്ട് ഒത്തിരി സഹായിക്കും. അതുപോലെ സൗണ്ട്സ്, നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന സൗണ്ടും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന സൗണ്ടും അബ്സല്യൂട്ട്ലി ഡിഫറെൻ്റ് ആണ്, അല്ലേ? ആക്ച്വലി ഇറ്റ് മേ സം ടൈം വെരി ഹാർഡ് ടു പ്രൊനൗൺസ് ഫോർ us because we are the non-native speakers of English. Use resources like YouTube or language apps. ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഒരു നേറ്റീവ് പറയുന്ന പോലെയൊക്കെ ഒരു പരിധി വരെ നമ്മുടെ സൗണ്ടിനെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. മിമിക് ദ പ്രൊനൗൺസിയേഷൻ. ആദ്യഘട്ടങ്ങളിൽ വളരെ ഓക്കോർഡായി തോന്നാൻ പറ്റുന്ന ഒരു സംഭവമാണ് മിമിക്. അവർ പറയുന്ന പോലെ ചെറുതായി അനുകരിച്ചു തുടങ്ങും. ട്രൈ ടു ഇമിറ്റേറ്റ് ദ പ്രൊനൗൺസിയേഷൻ ആൻഡ് ഇൻടോണേഷൻ ഓഫ് ദ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ്. ഈ ഇൻടോണേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി, ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് ഈസ് എ റിതമിക് ലാംഗ്വേജ്. നമ്മൾ മലയാളം സംസാരിക്കുന്ന ഒരു റിതമല്ല ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉള്ളത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മലയാളത്തിൽ നമ്മൾ ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? അതേ സാധനം ഇംഗ്ലീഷിൽ വാട്ട് ഈസ് യുവർ നെയിം. ഈ സെയിം ട്യൂണിലാണ് നമ്മൾ ചോദിക്കുക, നിന്റെ പേരെന്താണ്, വാട്ട് ഈസ് യുവർ നെയിം. നീ എങ്ങോട്ടാണ് പോകുന്നത്, വേർ ആർ യു ഗോയിങ്. ട്യൂൺ ഈസ് എ സെയിം. ബട്ട് റിമെമ്പർ, നമ്മൾ ആക്ച്വലി ഒരു ഇംഗ്ലീഷിന്റെ ഇൻടോണേഷനിലാണ് ചോദിക്കുന്നത്, വാട്ട്സ് യുവർ നെയിം, വേർ ആർ യു ഗോയിങ്. ഒരു റിതം, ഒരു മ്യൂസിക്, ഒരു റിപ്പിൾസ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഉണ്ട്. അതേ റിതം എടുത്ത് മലയാളത്തിൽ ചോദിച്ചാൽ, ഓ നിന്റെ പേരെന്താണ്, നീ എങ്ങോട്ടാണ് പോകുന്നത്. ഈ ഒരു ട്യൂൺ അപ് ടു മിമിക് ദ പ്രൊനൗൺസിയേഷൻ. ആദ്യഘട്ടങ്ങളിൽ അത് ഓക്കോർഡായി തോന്നുമെങ്കിലും പ്രൊനൗൺസിയേഷൻ മാത്രമല്ല, ട്രൈ ടു ഇമിറ്റേറ്റ് ദ പ്രൊനൗൺസിയേഷൻ, ഇൻടോണേഷൻ ഓഫ് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കർ. ദിസ് വിൽ ഹെൽപ്പ് യു സൗണ്ട് മോർ നാച്ചുറൽ. ഗ്രാജുവലി, പെട്ടെന്ന് പറ്റത്തില്ല. Another one, expand your vocabulary. വേർഡ് കളക്ഷൻ ഓഫ് വേർഡ്സ്. കയ്യിൽ ഒരു പിടി വേർഡ് ഉണ്ടെങ്കിൽ, ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് ആ വേർഡ് വെച്ച് പിടിച്ചു നിൽക്കാൻ പറ്റും. Learn new, but the more words you know, the more confident you will feel when you're speaking. Try to learn and use at least a few new words each day. Remember, ഈ ന്യൂ വേർഡ്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്, യൂസ് ന്യൂ വേർഡ്സ് ഇൻ സെന്റൻസസ്.
ഒരു ഐസൊലേഷനിൽ ഒറ്റയ്ക്ക് പറയാതെ അതിനെ സെന്റൻസിലേക്ക് കൊണ്ടുവന്നാൽ പ്രാക്ടീസ് യൂസിങ് ന്യൂ വൊക്കാബുലറി ഇൻ കോണ്ടെക്സ്റ്റ് ടു റിമെമ്പർ ടു യൂസ് സം എഫക്റ്റീവ്ലി. അത് കണ്ടക്സ്ച്വലൈസ് ചെയ്യുക. ഓരോ വേർഡും ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്കറിയാം, അത് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് കൃത്യമായി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് എ വെരി സ്ട്രെയിനുവസ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്. പല ആളുകളും പലപ്പോഴും പറഞ്ഞൊരു പോയിന്റാണ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്, ബട്ട് വി ആക്ച്വലി ഡോണ്ട് നോ ഹൗ ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. നമുക്ക് മലയാളത്തിൽ ചിന്തിക്കാൻ അറിയാം, അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മലയാളം സ്പീച്ച് കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. വെരി സിംപ്ലി വി വിൽ അണ്ടർസ്റ്റാൻഡ്. അയാൾ സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് ഫോർ ആസ് മലയാളം നമ്മുടെ മാതൃഭാഷ ആയതുകൊണ്ടാണ്. ബട്ട് ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഒരു ഇംഗ്ലീഷ് സ്പീച്ചാണ് നമ്മൾ ലിസൺ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ് നടക്കും. യെസ് ഓർ നോ? തിങ്ക് ഇൻ ഇംഗ്ലീഷിൽ ചിന്തിക്കാനുള്ള ഒരു ഈസി വേ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു മലയാളം കേൾക്കുമ്പോൾ, ഒരു മലയാളം സ്പീച്ചോ അല്ലെങ്കിൽ ക്ലാസ്സോ ട്രെയിനിങ്ങോ സെഷനോ കേൾക്കുമ്പോൾ ഈ മലയാളം നമുക്കറിയാവുന്ന സ്ട്രക്ചേഴ്സും വൊക്കാബുലറിയും ഫ്രേസസും ഇഡിയമാറ്റിക് എക്സ്പ്രഷനും ഒക്കെ ഉപയോഗിച്ച് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. Can you understand? I'm telling you, try to think directly in English, which will help you speak more fluently and naturally. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാക്ടീസ് സ്പീക്കിംഗ് സ്ലോലി ആൻഡ് ക്ലിയർലി. ചില ആൾക്കാർക്ക് ഒരു സുപ്രഭാതത്തിൽ അറ്റ് എ ടൈം, അറ്റ് എ സ്ട്രെച്ച്, എനിക്ക് ഇന്ന് തന്നെ, നോ, ഇറ്റ്സ് നോട്ട് ഗോണ ഹാപ്പൻ. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ പ്ലീസ് ഡോണ്ട് റഷ് ചെയ്യരുത്. സ്പീക്ക് സ്ലോലി ആൻഡ് ക്ലിയർലി ടു എൻജോയ് യു ആർ അണ്ടർസ്റ്റുഡ്. As you gain confidence, you can gradually increase your speed. ചില ആളുകൾ പെട്ടെന്ന് ഭയങ്കര ഇംഗ്ലീഷ് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്കും അതുപോലെ, നോ, വെയിറ്റ്, സ്ലോലി gradually speak English. അതുപോലെ യൂസ് പോസസ്. നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി. പോസസ് can give you time to think. ടൈം എടുത്ത് ചിന്തിച്ച്, and it's definitely gonna help you sound more natural. Be patient and stay positive. തളർത്താൻ ഒത്തിരി ആളുകളുണ്ടാവും. നമ്മുടെ മിസ്റ്റേക്സിനെ ചൂണ്ടിക്കാണിക്കാൻ ഒത്തിരി ആളുകളുണ്ടാവും. ഇങ്ങനെ മിസ്റ്റേക്സ് ആളുകൾ പറയുമ്പോൾ തളർന്നു പോകാതെ സെലിബ്രേറ്റ് സ്മോൾ ഇംപ്രൂവ്മെന്റ്സ്. നമുക്ക് തന്നെ തോന്നും, മൈ ലാംഗ്വേജ് ഈസ് ബീയിങ് ഇംപ്രൂവ്ഡ്. ഡെയിലി ചെയ്യുന്നു. അക്നോളജ് യുവർ പ്രോഗ്രസ്. ട്രൈ ടു അപ്രീഷിയേറ്റ് യുവർ സെൽഫ്. നോ മാറ്റർ ഹൗ സ്മോൾ, ടു സ്റ്റേ മോട്ടിവേറ്റ് ആയി മാറുക. Don't be discouraged by mistakes. മിസ്റ്റേക്ക് വരുത്തി വന്നു പോയി എന്ന് കരുതി, ഐ വിൽ ടെൽ യു വൺ തിങ്, എല്ലാവരും പറയുന്നതിലും മിസ്റ്റേക്ക് ഉണ്ടാവും. നോ വൺ ഈസ് പെർഫെക്റ്റ്. ആരും പെർഫെക്റ്റ് അല്ല. എല്ലാവരും, പക്ഷേ അവർ വേഗത്തിൽ വളരെ പോളിഷ്ഡായ സ്റ്റൈലിൽ പറയുമ്പോൾ ദെൻ മിസ്റ്റേക്ക് വിൽ റിമെയിൻ അൺനോട്ടീസ്ഡ്. അതാരും അപ്പം ഡോണ്ട് ബി ഡിസ്കറേജ്ഡ് ബൈ മിസ്റ്റേക്ക്. എവ്രി വൺ മേക്സ് മിസ്റ്റേക്ക് വൈൽ ലേണിംഗ്. ദിസ് ഇസ് എ ന്യൂ ലാംഗ്വേജ്. This is a foreign language. The important thing is to keep going. However well you speak English, you must remember you can improve. However badly you speak, you must remember that you can become excellent English speakers. Stay positive. Bye-bye.